ഹായ് മഗൾസ്, അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം തീർന്നു. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി കേട്ടോ, ഇനി എന്താ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ? നമുക്ക് എന്തായാലും ബാക്കിയുള്ള എക്സാം നോക്കണ്ടേ? ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്കുള്ളത് 17-ാം തീയതിയുള്ള ബേസിക് സയൻസാണ്. ഈ 17-ാം തീയതി ബേസിക് സയൻസ് ആണെന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെയാ സബ്ജക്റ്റ് ഉണ്ട്? ഫിസിക്സ് ഉണ്ട്, അത്ര ചെറുതൊന്നുമല്ല, പണി കിട്ടാൻ ഇതന്നെ ധാരാളം. കെമിസ്ട്രി ഉണ്ട്, അതിൽ ബയോളജി ഉണ്ട്. ഇതൊക്കെ പഠിക്കണം 17-ാം തീയതിക്ക് മുമ്പ്. നമ്മൾ ഒരു വിഷയമാണെന്ന് വിചാരിക്കരുത്, അതിൽ 3 ആൾക്കാർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടോ 18-ാം തീയതി ലീവാണ്. 19-ാം തീയതി നിങ്ങളെ കാത്തിരിക്കുന്നത് മാത്സാ. പൊന്നുമക്കളെ, മാത്സിൽ നമുക്ക് എത്ര പാഠങ്ങൾ പഠിക്കാറുണ്ട്, അത്യാവശ്യമില്ലേ? സോ ഇനിയുള്ള ദിവസം നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇനിയുള്ള ദിവസം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും പ്രശ്നമാവും, മാത്സ് എക്സാമും നിങ്ങൾക്ക് പണി തരും. സോ എങ്ങനെ നമ്മൾ പഠിക്കണം? ആദ്യം മക്കൾ മനസ്സിലാക്കടാ, 17-ാം തീയതിയാണ് നമ്മളെ ബേസിക് സയൻസ്. സോ ഞാൻ ഈ ഒരു ലൈവിൽ എന്താ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എന്താ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ പഠിക്കാൻ സമയം കൊടുത്തിട്ട് ഫിസിക്സിനെ എങ്ങനെ നമുക്ക് പരിഗണിക്കാം, ഫിസിക്സ് എങ്ങനെ ബാക്കിയുള്ള ആൾക്കാരൊന്നും ബുദ്ധിമുട്ടിക്കാതെ പഠിക്കാം, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഗൈസ്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, എന്നിട്ട് എന്നെ നോക്കിയിരിക്കുക. പഠിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാ കൂടെ, ഒന്നും മേടിക്കരുത്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഇതുവരെ നിങ്ങൾ 9-ാം ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഒന്നും നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ 8-ാം ക്ലാസ്സിൽ ഒന്നും നോക്കിയിട്ടില്ല, എനിക്ക് സാറേ ഏറെക്കുറെ പാഠങ്ങളൊന്നും ഓർമ്മയില്ല, ഫിസിക്സ് ഒന്നും ഒരു ഓർമ്മയില്ല, ഒരു പ്രശ്നമില്ല, ഞാൻ ഇനി പറയാൻ പോകുന്ന പ്ലാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ പൊളിച്ചടക്കും. സോ ഗൈസ്, നമ്മൾ മുമ്പിൽ 5 ദിവസങ്ങളാണുള്ളത്. ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ 6 പാഠങ്ങളുണ്ട് 8-ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മൾ ദിവസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12, 13, 14, 15, 16 ഇന്ന് മുതൽ തുടങ്ങണം. ഇന്ന് എന്തായാലും രാത്രി നമുക്ക് സമയമല്ലേ? ഇതിന്റെ മക്കൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്ലാൻ എന്താ, ഇന്ന് രാത്രി 6-ാം പാഠവും 5-ാം പാഠവും ഫിസിക്സിൽ പഠിച്ചിരിക്കണം. 6-ാം പാഠം 5-ാം പാഠം എപ്പോഴും മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് 6, 5, 4, 3 ഈ ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരെ 6, 5, 4, 3 ഈ ലാസ്റ്റത്തെ 4 പാഠങ്ങളില്ലടാ, ആ അവസാനത്തെ 4 പാഠങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എന്ത് വരിക, ചോദ്യം വരിക. സോ ഇന്ന് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് 1 6-ാമത്തെ പാഠം, നമ്മളെ ആ കണ്ണാടിന്റെ പാഠം പഠിക്കണം, മാഗ്നറ്റിസം കാന്തത്തിന്റെ പാഠവും പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾ ഏത് പാഠം പഠിക്കേണ്ടത്? നാളെ 4-ാം പാഠവും 3-ാം പാഠവും. സാർ അതേതായി 4-ാം പാഠവും 3-ാം പാഠം എന്ന് പറഞ്ഞാൽ, 4-ാം പാഠം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിതവൈദ്യുതിയുടെ പാഠം. 3-ാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ പ്രഷർ, മർദ്ദത്തിന്റെ പാഠം. ഈ പാഠം പഠിക്കണം. അത് കഴിഞ്ഞ് 14-ാം തീയതി 2-ാം പാഠവും 1-ാം പാഠവും, ആ മോഷൻ ചലനവുമായി ബന്ധപ്പെട്ട പാഠമാണ്. ഇത് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, അളവുകളും യൂണിറ്റുകളും എന്നുള്ള ആ പാഠമല്ലേ, ആ പാഠവും. സോ ഈ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ ഫിസിക്സ് എല്ലാ പാഠവും പഠിച്ചു തീർക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ കൂടുതൽ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള ഏതാന്ന് വെച്ചാൽ നോക്കാം, നോ പ്രോബ്ലം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ചില കുട്ടികൾ പറയും സാർ അങ്ങനല്ല, ഞാൻ ഈ ഒരു ദിവസം മൊത്തം ഫിസിക്സ് പഠിക്കും, ഈ ഒരു ദിവസം മൊത്തം കെമിസ്ട്രി പഠിക്കും. ശരിക്കും അതിനേക്കാൾ നല്ലത് ഓരോ ദിവസവും മുറിച്ച് എല്ലാ ദിവസവും എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് നോക്കണതാണ്, നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. സോ ഏറ്റവും നല്ലത് ഈ രീതി ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ പറയാം. കാരണം ചില ആൾക്കാർ വിചാരിക്കുക ഒരു ദിവസം മൊത്തം ഫിസിക്സ്, പിന്നെ ഒരു ദിവസം മൊത്തം കെമിസ്ട്രി, അപ്പോൾ മറന്നു പോകാനുള്ള ചാൻസ് കുറച്ചും കൂടി കൂടുതലാണ്. എന്നാൽ ഇതേമാതിരി റിക്കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും എല്ലാം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മെമ്മറിയിൽ ആ കാര്യങ്ങൾ നിലനിൽക്കും. സോ എൻ്റെ മക്കളോട് ഞാൻ പറയുന്നു, ഈ രീതി ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മെത്തേഡ് ഫോളോ ചെയ്യുക, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് 15-ഉം 16-ഉം 17-ാം തീയതിയാണ് നമ്മളെ എക്സാം. 15-ഉം 16-ഉം നമ്മൾ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട മാക്സിമം ചോദ്യങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. സാറേ എത്രത്തോളം ചോദ്യം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചോദ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ചോദ്യങ്ങളിലൂടെയാണ് 15-ഉം 16-ഉം റിവിഷൻ നടത്തേണ്ടത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളെ പ്ലാൻ. ഇനി സാറേ ഇതിൽ എജുപോർട്ട് എങ്ങനെ സഹായിക്കും, ഇതിൽ എങ്ങനെയാണ് നമ്മൾ നിങ്ങളെ സഹായിക്കാന്ന് ഞാൻ ആദ്യമേ എൻ്റെ മക്കളോട് കാര്യം പറയാം. നിങ്ങൾ ഇതുവരെ ഒരു തേങ്ങ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം. ഇനി ഞങ്ങൾ തരുന്ന ഈ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഞങ്ങൾ നാളെ ഫിസിക്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ള ആൾക്കാരതൊക്കെ ഇതേമാതിരി അവരുടെ സ്റ്റഡി പ്ലാനിൽ പറയും. ഫിസിക്സ് നാളെ നിങ്ങൾക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവ് ഉണ്ടായിരിക്കും. നാളെ ഒരു ലൈവ് ഉണ്ടാവും, 15-ാം തീയതി രാത്രി ലൈവ് ഉണ്ടാവും, എക്സാമിന്റെ തലേന്ന് 16-ാം തീയതി ലൈവ് ഉണ്ടാവും. ഈ ലൈവ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. അതിൽ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് സയൻസ് ഉറപ്പിച്ച മക്കളെ നല്ല മാർക്ക് കിട്ടും. നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മാർക്ക് തന്നെ കിട്ടും. സോ ഈ ലൈവ് നിങ്ങൾ എന്തായാലും കാണണം. ചില ആൾക്കാർക്കും സാർ ലൈവ് മാത്രമാണുള്ളത്, അല്ല, അതിന് പുറമെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വാട്സപ്പ് ചാനലാണ് ഫിസിക്സ് വിത്ത് ദാനിഷ് സാർ എന്ന് പറഞ്ഞ ചാനൽ. ആ ചാനലിൽ ഞാൻ മാക്സിമം ഇടയ്ക്കിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഓരോ പാഠത്തിന്റെ ഷോർട്ട് സമ്മറി, ഓരോ പാഠത്തിന് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻസ്, അതെല്ലാം ഞാൻ ഈ ഒരു ചാനലിൽ ഇടാം. സോ ഈ ഒരു ചാനലിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കുറേ കുട്ടികൾ 6000-ത്തിലധികം കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ഈ വീഡിയോയുടെ
താഴെ കമന്റ് ബോക്സിൽ ഉണ്ടാവും ഇതിന്റെ ലിങ്ക്, ഫിസിക്സ് വിത്ത് ദാനിഷ് സർ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ടായിരിക്കും ഒരു ചാനലിന്റെ. ആ ചാനൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അഥവാ ആ ചാനൽ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എജുപോഡിന്റെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലുള്ള എജുപോഡിന്റെ പബ്ലിക് എക്സാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് രാത്രി നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും കേട്ടോ. സോ ഇതിലുള്ള താഴെയുള്ള ലിങ്കുകളിലൊക്കെ ഒന്ന് പോയി ജോയിൻ ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എന്താ, ഈ ചോദ്യങ്ങൾ എന്തായാലും വരും. കഴിഞ്ഞ ഈ ഒരു പാഠം കഴിഞ്ഞ കൊല്ലം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു, അന്ന് എന്താ കൊല്ല പരീക്ഷയ്ക്ക് ചോദിച്ചത്? ഈ പാഠം നമ്മൾ സാധാരണയിൽ ട്യൂഷൻ സെന്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് ഏത് ചോദ്യങ്ങളാണ് കൂടുതൽ വന്നത്? അങ്ങനെ ഓരോ പാഠത്തെയും ഏറ്റവും കൂടുതൽ ആവർത്തിക്കാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പല എക്സാമുകളിലും ചോദിച്ച ആ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. സോ എജുപോഡിന്റെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ ഒരു സമയം മാറ്റി വെക്കണം അതെല്ലാം കാണാൻ. അതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. ആ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ കാണുക. പുറമെ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ, പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായിട്ട് ഇടുക? യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഇടും. സോ നമ്മളെ യൂട്യൂബ് ഷോർട്സും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. സോ യൂട്യൂബ് ഷോർട്സും യൂട്യൂബ് വീഡിയോസും നിങ്ങൾ മറക്കരുത്. ഇനി അടുത്തൊന്ന്, ഇതിനു മുമ്പ് എജുപോഡിന്റെ ഓരോ പാഠത്തിന്റെയും നമ്മൾ പാഠം വൺ ഷോട്ട് ആപ്പിൽ എടുത്തിട്ടുണ്ട്, ആപ്പിലല്ല യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസും നമ്മൾ യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്ലേലിസ്റ്റ് ആയിട്ടും എവിടെ കിട്ടും? നമ്മളെ താഴെയുള്ള വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റിയിലും കിട്ടും. സോ എല്ലാവരും താഴെ എന്ത് ചെയ്യണം? ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ചാനലിലും എന്ത് ചെയ്യുക? ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. നമ്മൾ പൊളിച്ചടക്കും. ഓക്കെ അല്ലേ? സോ ഗൈസ്, ഞാൻ ഒരു കാര്യം കൂടി എൻ്റെ മക്കളോട് പറയാണ്, ഒന്നും പേടിക്കണ്ട. ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും പേടിക്കണ്ട. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളെ കൂടെ നിന്നാൽ മതി. ഞങ്ങൾ വാങ്ങിത്തരും നിങ്ങൾക്ക് നല്ല മാർക്ക്. ഓക്കെ അല്ലേ? സോ നല്ല രീതിയിൽ പഠിക്കുക, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളുണ്ട് കൂടെ. സോ വേഗം ഈ വീഡിയോ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുക്കുക. എന്നിട്ട് വേഗം താഴെ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വേഗം ജോയിൻ ചെയ്യാം കേട്ടോ. സോ ഗൈസ്, ബൈ.